प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സിന്ദഗി കാ സഫർ എന്ന പാഠത്തിലെ ഹൈക്കു കവിതകളുടെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ്. ഹൈക്കു കവിതകളുടെ വിശ്ലേഷണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. അത് കാണാത്തവര് ആ വീഡിയോ തീർച്ചയായും കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ആൻസറിന്റെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ ഓരോ 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സാഹിബ് കെ ആംഗൻ സദാ ഫുഹാർ യഹാം കിസ് ഹാലത് കി ഓർ ഇശാര കിയാ ഗയാ ഹെ. സാഹിബിന്റെ മുറ്റം എപ്പോഴും ഷവർ. ഇത് എന്തവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? സാഹബിന്റെ മുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഷവർ എന്നതുകൊണ്ട് എന്തവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഞാനിവിടെ തന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ കിസ് ഹാലത് കി ഓർ സംകേത് കർത്തേ ഹെ. ആൻസർ, സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ യഹ് പങ്ക്തി സമൃദ്ധി സുഖ और നിരന്തർ കൃപ की സ്ഥിതി की ओर സംകേത് करती है. ഈ വരി സൂചിപ്പിക്കുന്നത് സമൃദ്ധി, സുഖം അല്ലെങ്കിൽ നിരന്തരമായ കൃപ, ഈ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. യഹ് ബതാത്തി ഹെ കി ചാഹെ ബാഹരി പരിസ്ഥിതിയാൻ കൈസി ഭി ഹോ. ഇത് പറയുന്ന ഇതാണ്, പുറത്തെ അവസ്ഥകൾ എന്തുമാകട്ടെ, സൂഖായ ബാഠ്, വരൾച്ചയോ വെള്ളപ്പൊക്കമോ ആകട്ടെ, സാഹബ് കെ ജീവൻ മേൻ, സാറിന്റെ ജീവിതത്തിൽ, സാഹബിന്റെ ജീവിതത്തിൽ, യാ ഉൻകെ പ്രഭാവ ക്ഷേത്രമേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ, ഹമേശ ഏക്ക് സകാരാത്മക് അനുകൂല और खुशहाल മാഹോൽ ബനാ രഹത്താ ഹെ. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള, സന്തോഷകരമായ അവസ്ഥയാണ് നിലനിന്ന് പോരുന്നത്. ആധ്യാത്മിക് സന്ദർഭമേ യഹ് ഹോ സക്താ ഹെ. ഇനി ആധ്യാത്മികമായിട്ട് നമ്മൾ ഇതിന്റെ ആശയം പറയുകയാണെങ്കിൽ, കിസി വ്യക്തി ജിസെ സാഹബ് കഹാ ജാ രഹാ ഹെ. ഏതൊരു വ്യക്തിയാണോ നമ്മൾ സാഹബ് എന്ന് വിളിക്കുന്നയാള്, കിസി വ്യക്തി പർ ഈശ്വർ കി അസീമ കൃപാഹോ. ഈ സാഹബ് എന്ന് വിളിക്കുന്നയാളിനെ ഈശ്വര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഈശ്വരന്റെ നിസ്സീമമായ കൃപ ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ സാഹബ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈശ്വർ കി അസീമ കൃപ और ആശീർവാദ് ഹമേശ ബന രഹത്താ ഹെ. ഈശ്വരന്റെ നിസ്സീമമായ കൃപയും ആശീർവാദവും ഇങ്ങനെയുള്ളവർക്ക് എന്നും ഉണ്ടായിരിക്കും. പിന്നെ ഹർ പരിസ്ഥിതിമേ സഹാര और മാർഗദർശൻ മിൽത്താ രഹത്താ ഹെ. അങ്ങനെയുള്ളവർക്ക് ഓരോ അവസ്ഥയിലും സഹായവും മാർഗദർശനവും ലഭിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈശ്വരാധീനമുള്ള വ്യക്തികൾ, അവരുടെ സാഹചര്യം എന്തായാലും അതവരെ ബുദ്ധിമുട്ടില്ല, അവർക്കെപ്പോഴും ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരിക്കും എന്നതാണ് ആശയം. ഇനി രണ്ടാമത്തെ, നിങ്ങൾക്കിത് കുറിച്ചെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. लाठियां बूढ़ापे की दिखती नहीं, इन पंक्तियों से क्या आशय मिलता है. ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, വായിക്കാം. इन पंक्तियों का अर्थ यह है कि पिता अपने बूढ़ापे का सहारा ढूंढ रहे हैं, लेकिन उन्हें वैसा कोई सहारा नहीं मिल रहा है जो उनकी वृद्धावस्था को सहारा दे सके. यहाँ लाठियां बूढ़ापे की का अर्थ केवल शारीरिक लाठियों से नहीं है, बल्कि यह सांत्वना, सहारा या किसी मजबूत अवलंब का प्रतीक है जो बूढ़ापे में व्यक्ति को भावनात्मक, आर्थिक या शारीरिक रूप से സഹായത പ്രദാൻ കർത്താ ഹെ. ഇതിന്റെ ആശയം കൂടെ ഞാൻ മലയാളത്തിൽ തന്നെ അടുത്ത സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിതാവ് വാർദ്ധക്യകാലത്ത് സഹായത്തിനായി 1 വടികൾ തേടിയെങ്കിലും ഒന്നും കണ്ടില്ല. എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വരികൾ സൂചിപ്പിക്കുന്നത് പിതാവ് തന്റെ വാർദ്ധക്യ അവസ്ഥയിൽ ആശ്രയമായി നിൽക്കാവുന്ന ഒരു ഭദ്രമായ പിന്തുണയെ തേടുകയാണെങ്കിലും അത്തരം ഒരു പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നാണ്. ഇവിടെ ബുഢാപ്പയ്ക്ക് ലാഠിയാം എന്നത് ശാരീരിക സഹായം മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിക്ക് വാർദ്ധക്യകാലത്ത് ആവശ്യമായ
മാനസികം, സാമ്പത്തികം, ശാരീരികം എന്നീ മേഖലകളിലെ ആശ്രയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരികൾ ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യത്തെ, അതായത് വാർദ്ധക്യകാലത്ത് മാതാപിതാക്കൾ അനുഭവിക്കുന്ന നിരാശയും തളർച്ചയും, ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെ, അതിനെ ഗംഭീരമായി പ്രതിഫലിപ്പിക്കുന്നു. ബർഫിയിലെ നഗരിമേം നേഹയ്ക്ക് ആഞ്ചസേക്ക താല്പര്യ ഹേ. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് സ്ലൈഡില്, ഞാനൊന്ന് വായിക്കാം. യഹ് ഉസ് ജഗഹ് യാ പരിസ്ഥിതി കോ ദർശാता है जहां प्यार, अपनत्व और मानवीय भावनाएं कम है, या जहां रिश्ते बेजान और औपचारिक है. यह अकेलापन, उपेक्षा या भावनात्मक दूरी का प्रतीक है. नेह की आंच, नेह का मतलब प्रेम, स्नेह या लगाव है, और आंच का अर्थ गर्मी या गर्माहट है. तो नेह की आंच का अर्थ है प्यार की गर्माहट, भावनात्मक जुड़ाव, मानवीय स्पर्श की संवेदनशीलता. संक्षेप में यह पंक्ति उस गहरी लालसा और निराशा को व्यक्त करती है जब कोई व्यक्ति ऐसे माहौल में प्रेम और भावनात्मक सहारे की तलाश करता है जहां उसकी उम्मीदें पूरी होने की संभावना बहुत कम हो. ഇതിന്റെ മലയാളം ആശയം കൂടെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. തണുത്ത നഗരത്തില് സ്നേഹത്തിന്റെ ചൂട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്നേഹവും വാത്സല്യവും മാനുഷിക വികാരങ്ങളും കുറവായ, അല്ലെങ്കിൽ ബന്ധങ്ങൾ നിർജീവവും ഔപചാരികവുമായ ഒരിടത്തെയോ സാഹചര്യത്തെയോ ഇത് സൂചിപ്പിക്കുന്നു. ഇത് ഏകാന്തതയുടെയും അവഗണനയുടെയും അല്ലെങ്കിൽ വൈകാരികമായ അകൽച്ചയുടെയും പ്രതീകമാണ്. സ്നേഹത്തിന്റെ ചൂട്, നേഹം എന്നാൽ സ്നേഹം, വാത്സല്യം അല്ലെങ്കിൽ അടുപ്പം എന്നെല്ലാമാണ്. ആൻസ് എന്നതിന്റെ അർത്ഥം ചൂട് അല്ലെങ്കിൽ ഊഷ്മളത എന്നാണ്. അതിനാൽ സ്നേഹത്തിന്റെ ആൻസ് എന്നാൽ സ്നേഹത്തിന്റെ ഊഷ്മളത, വൈകാരികമായ അടുപ്പം, മനുഷ്യന്റെ സ്പർശനത്തിന്റെ സംവേദനക്ഷമത എന്നിവയൊക്കെയാണ്. ചുരുക്കത്തിൽ ഈ വരി ഒരു വ്യക്തി സ്നേഹത്തിനും വൈകാരിക പിന്തുണയ്ക്കും വേണ്ടി അത്യധികം ആഗ്രഹിക്കുകയും എന്നാൽ തന്റെ പ്രതീക്ഷകൾ സഫലമാകാൻ സാധ്യതയില്ലാത്ത ഒരന്തരീക്ഷത്തിൽ അത് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഗാധമായ ആഗ്രഹത്തെയും നിരാശയെയും ഇത് പ്രകടിപ്പിക്കുന്നു. നിങ്ങൾക്ക് കുറിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ 3 ചോദ്യങ്ങളുടെ ഉത്തരമായി. ഇനി നമ്മൾ ഗതിവിധികളിലേക്ക് വരികയാണ്. 3 കാര്യങ്ങളാണ് ഗതിവിധികളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സിന്ദഗിക്ക് ചുനൗത്തിയാം വിഷയ പർ ടിപ്പണി ലിഖേ. ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ എന്നാണ്. ജീവിതത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗതിവിധി, ഒരു ആക്ടിവിറ്റി. നമ്മളിപ്പോ ഈ 3 ഹൈക്കു കവിതകൾ പഠിച്ചതിൽ നിന്ന് തന്നെ അറിയാം ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നല്ലേ. സാധാരണക്കാരായി ജീവിക്കുന്നവർക്ക് അവരുടേതായ വെല്ലുവിളികളുണ്ട്, വയസ്സിൽ ചെന്നവർക്ക് അവരുടേതായ വെല്ലുവിളികളുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് അവരുടേതായ വെല്ലുവിളികളുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ചെറിയ എസ്സയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിന്റെ മലയാള ആശയം തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറിച്ചെടുക്കാവുന്നതാണ്. അല്പം നീളമുണ്ട്, പക്ഷെ നിങ്ങൾ 5 മാർക്കിനൊക്കെ എഴുതുമ്പോൾ ഇത്രയും വേണം. ഒന്ന് വായിച്ചു തരാം. സിന്ദഗിക്ക് ചുനൗത്തിയാം, ജീവിതത്തിന്റെ വെല്ലുവിളികൾ. जिंदगी एक सफर है जिसमें सुख और दुख दोनों आते हैं. इस सफर में हमें कई चुनौतियों का सामना करना पड़ता है. ये चुनौतियां कभी छोटी होती है तो कभी बहुत बड़ी. कभी हमें पढ़ाई में मुश्किल आती है तो कभी नौकरी पाने में संघर्ष करना पड़ता है. रिश्तों में उतार चढ़ाव भी चुनौतियों का हिस्सा है. स्वास्थ्य संबंधी परेशानियां भी जिंदगी की राह में बाधा बन सकती है. कई बार ऐसा लगता है कि सब कुछ हमारे खिलाफ है और हम हार मान ले. लेकिन यही वो समय होता है
जब हमें मजबूत बने रहना चाहिए। हर चुनौती हमें कुछ नया सिखाती है, वे हमें और अधिक लचीला बनाती है। अपनी गलतियों से सीखना और आगे बढ़ना ही समझदारी है। इन चुनौतियों का सामना करने के लिए हमें सकारात्मक सोच रखनी चाहिए। अपने लक्ष्य पर ध्यान केंद्रित करना महत्वपूर्ण है। दोस्तों और परिवार का सहयोग लेना भी बहुत मददगार होता है। कभी कभी हमें बस एक कदम पीछे हटकर स्थिति को नए सिरे से देखना होता है। याद रखें, हर अंधेरी रात के बाद सवेरा होता है। चुनौतियां हमें और भी बेहतर इंसान बनाती है और हमें जिंदगी की असली कीमत सिखाती है। अंत में ये चुनौतियों ही हमें मजबूत और सफल बनाती है. ഞാൻ അതിന്റെ ട്രാൻസ്ലേഷനോടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിനായി. ജീവിതത്തിലെ വെല്ലുവിളികൾ. ജീവിതം ഒരു യാത്രയാണ്. അതിൽ സുഖവും ദുഃഖവും ഒരുപോലെ വരുന്നു. ഈ യാത്രയിൽ നമുക്ക് പല വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു. ഈ വെല്ലുവിളികൾ ചിലപ്പോൾ ചെറുതും ചിലപ്പോൾ വളരെ വലുതുമാണ്. ചിലപ്പോൾ പഠനത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ചിലപ്പോൾ ജോലി നേടുന്നതിന് വേണ്ടി പോരാടേണ്ടി വരുന്നു. ബന്ധങ്ങളിലെ ഉയർച്ച താഴ്ചകളും വെല്ലുവിളികളുടെ ഭാഗമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ജീവിതപാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. പലപ്പോഴും എല്ലാം നമുക്കെതിരാണെന്ന് തോന്നുകയും നമ്മൾ തോൽവി സമ്മതിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ ഈ സമയത്താണ് നമ്മൾ ശക്തരായി നിലകൊള്ളേണ്ടത്. ഓരോ വെല്ലുവിളിയും നമുക്ക് പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. അവ നമ്മളെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളവരാക്കുന്നു. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നത് വിവേകമാണ്. ഈ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ പോസിറ്റീവായ ചിന്താഗതി പുലർത്തണം. നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമാണ്. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ തേടുന്നത് വളരെ സഹായകമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ചുവട് പിന്നോട്ട് മാറി കാര്യങ്ങളെ പുതിയ രീതിയിൽ കാണേണ്ടതുണ്ട്. ഓർക്കുക, ഓരോ ഇരുണ്ട രാത്രിക്കും ശേഷം ഒരു പ്രഭാതമുണ്ട്. വെല്ലുവിളികൾ നമ്മളെ കൂടുതൽ മികച്ച വ്യക്തികളാക്കുകയും ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആത്യന്തികമായി ഈ വെല്ലുവിളികളാണ് നമ്മളെ ശക്തരും വിജയികളും ആക്കുന്നത്. ആശയം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മലയാളത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറിച്ചെടുക്കുക. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.